ഹായ്, അപ്പൊ നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഹാൻഡ് ലൂംസിന് വേണ്ടി സ്റ്റോക്ക് എടുക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ വന്നിരിക്കുന്ന വണ്ടി ഇലക്ട്രിക് FG കോമറ്റിലാണ് വന്നത്. അപ്പൊ നമുക്ക് എറണാകുളം മൊത്തം 187 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. ഇതിന്റെ ഫുൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 200 ഇതിന്റെ ഇടയിൽ നമ്മൾ കോട്ടയത്ത് ഒരു സ്ഥലത്ത് ജസ്റ്റ് കയറി, അത് ഇത്തിരി കടുത്തുപോയി. മാപ്പ് നോക്കി പോയതെല്ലാം ഊടുവഴി കാട്ടിനകത്തൂടെ കൊണ്ടുപോയി. ഊടുവഴി മാത്രമല്ല, മൊത്തത്തിൽ അത്യാവശ്യം ഓഫ് റോഡുള്ള ഏരിയയും കയറി, ഹില്ലും കയറി. അപ്പൊ അതെല്ലാം കേറും എല്ലാം, പക്ഷെ റേഞ്ച് നമ്മൾ അതിനനുസരിച്ച് പിടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ 12% ചാർജ് മാത്രമേ ഉള്ളൂ. 15 താഴെ പോയപ്പോഴത്തേക്കും വണ്ടി അനങ്ങുന്നില്ല, ഒരു വണ്ടി പവർ 30-40 സ്പീഡിലേ പോകുന്നുള്ളൂ. പവർ നല്ലോണം അത് ഇറക്കത്തിലൊക്കെയാണ്. നോർമൽ റോഡിൽ 40-45 വരെയൊക്കെ മാക്സിമം പോകണുള്ളൂ. ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റേഷൻ കാണിച്ചത്, ചാർജിങ് സ്റ്റേഷൻ. അല്ല, നമ്മൾ നോർമലി പോകേണ്ട റൂട്ടത്തേക്ക് ഉണ്ടായിരുന്നു. കാണിച്ചാൽ 5 മിനിറ്റ് ദൂരം, 9 മിനിറ്റ്, 12 മിനിറ്റ്, അങ്ങനെ അത്രയും അടുത്തടുത്ത് ചാർജസ് ഒരുപാട് ഉണ്ടായിരുന്നു. ധൈര്യത്തിലാണ് ഇറക്കിയത്. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇത്തിരി മെയിൻ റോഡിൽ നിന്ന് മാറിയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നല്ല റോഡാണ്, നല്ല കയറ്റവും നല്ല ഇറങ്ങും തിരിവും. ഒരു ഇലക്ട്രിക് കൊണ്ടുപോയി നമുക്ക് ചാർജ് ചെയ്യാൻ ഒരു സമയം എടുക്കും. എന്നാൽ നമുക്ക് ആ സമയത്ത് ഫുഡ് കഴിച്ച് നമുക്ക് അങ്ങനെ കുറച്ച് ലാഭിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. വോയിസ് ആപ്പെല്ലാം അറിയാണ്, ചാർജ് മോഡ് അങ്ങനെ 1-2 ആപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പല ആപ്പിൽ റീചാർജ് ഇട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ 2 ആപ്പ് ആയിട്ടുണ്ട്. പിന്നെ MGന് തന്നെ ഇതെല്ലാം MG വഴി ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നണം കേട്ടോ. ഈ ഗോയിസി ആയാലും ചാർജ് മോഡൊക്കെ ആയാലും ചാർജിങ് ആപ്പിന്റെ അകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ റീചാർജ് ചെയ്ത് അതിൽ തന്നെ സ്കാൻ ചെയ്ത് എല്ലാം അതിൽ തന്നെ പോകും. ഒരുപാട് ആപ്പ് ഇടുന്നതിന് പകരം ഇന്നലെ രാത്രി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കേരളം മൊത്തം 6000 സംതിങ് ചാർജറാണ് കാണിച്ചത്. MGയുടെ ഇമോഡ് MG ആണ് കാണിച്ചിട്ടില്ലാത്ത ചാർജിംഗ് പോയിന്റ് നമ്മൾ വരുന്നവരിക്കും. പല ഒരുപാട് ഇനി കാണണം. ഇതെല്ലാം കൂടെ ഏകീകരിച്ച് ഒരു എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ അടുത്ത് നമുക്ക് MG ആപ്പിട്ട് നോക്കാം. പിന്നെ വണ്ടിയിൽ നമ്മൾ 4 പേര് വെച്ചാണ് വന്നത്. 4 പേര് വെച്ചാണ് വന്നത്. മൊത്തത്തിൽ ഒരു പരീക്ഷണം. വണ്ടിയുടെ അങ്ങേയറ്റത്തെ ലിമിറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വന്നതല്ല നമ്മള്. ഓക്കെ, പരീക്ഷ നോക്കാം. പിന്നെ നമ്മള് കണ്ണു കുറിച്ചാണ് വന്നത്. എന്തെങ്കിലും ഒരു ഇത് വന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ എടുക്കും എന്നുള്ള പ്രിപ്പറേഷൻ തന്നെയാണ് വന്നത്. നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വഴികൾ ഇപ്പൊ നല്ല വഴിയാണ്. എല്ലാ ടൈപ്പ് വഴികളും നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ആക്ച്വലി ഇതുവരെ ഒരു 165 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി ഒരു 20 കിലോമീറ്റേഴ്സ് കൂടെ പോകാനുള്ളത് കാണിക്കുന്നുണ്ട്. 10% ചാർജ്. ഇതിൽ 40-ലേക്ക് പോകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ലോങ് പോകണമെന്ന് നമ്മൾ ബാക്കിൽ ഇരുന്നാലും കംഫോർട്ട് പ്രൈസ് അപ്പോൾ ഒരു അല്പം കുറവുണ്ടല്ലേ. നമ്മൾ ഇരിക്കുമ്പോ വലിയ പ്രശ്നമില്ല. ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. AC കട്ടായിന്ന് തോന്നുന്നു. ഇല്ല, തണുപ്പം കുറഞ്ഞു ഓട്ടോമാറ്റിക്കലി. അപ്പൊ 10% താഴെ പോകുമ്പോ ACയിലെ തണുപ്പം കുറയുന്നതാണ്. ചാർജിങ് ഒരു സ്ഥലത്ത് കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ പോയി ചാർജ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ കയറി. അപ്പൊ അവിടെ ഒന്ന് ഫുഡ് കൊള്ളൂലായിരുന്നു. അവിടെ വെച്ച് നമുക്ക് 8-ലല്ലേ കൊണ്ടിട്ടത്. 8 കൊണ്ടിട്ട് 17-ൽ ചാർജ് ചെയ്തു. അപ്പൊ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഗോയിസിയുടെ തന്നെ ഒരു നല്ല ലോഞ്ച് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടു. പക്ഷെ അവിടുത്തെ പ്രശ്നം ഒറ്റ ചാർജേ ഉള്ളൂ. അത് നമുക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ളതുമല്ല. ഒരു 9.8 കിലോമീറ്ററിൽ ഒരു ചാർജിങ് പോർട്ട് കാണിക്കുന്നുണ്ട്. 8% ചാർജ്. 8%-ൽ നമുക്ക് 16 കിലോമീറ്റർ ഓടേണ്ടതാണ് ടെക്നിക്കലി. എന്താവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ബാക്കി നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു MGയുടെ ആപ്പിൽ തന്നെ 6000-ഓളം സംതിങ് ചാർജേഴ്സ് കേരളത്തിൽ മൊത്തം കാണിക്കുന്നുണ്ട്. അപ്പൊ അവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത് വേറെ ഏതുണ്ടെന്നുള്ളത്. ചാർജ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ കസ്റ്റമർ ലോഞ്ച് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയും മിക്കുള്ള സ്ഥലത്ത് ഇല്ല. അതെ. പിന്നെ നമ്മളിങ്ങനെ അടുത്ത സ്ഥലം ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ MGയിൽ 4 പേര് പോകുന്നത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. പക്ഷേ നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും. നമുക്ക് ഒരു കംഫർട്ടില്ല. ലോങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ നല്ല ടയേർഡാവും. ഞങ്ങളപ്പോൾ ട്രാവൽ ചെയ്തത് ഞങ്ങൾ അല്പം ഒരു കോട്ടയം വഴി കയറേണ്ടി വന്നു. അത് കാരണം തന്നെ നമുക്ക് ചാർജർ ഒരുപാട് എക്സ്ട്രാ വേണ്ടി വന്നു. ഞങ്ങൾ ആദ്യം തന്നെ രാവിലെ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോഴത്തേക്കും KCB ചാർജിൽ ചാർജ് ചെയ്യാൻ ഇട്ടിരുന്നു. അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ പിന്നെ ട്രാവൽ ചെയ്ത് എത്താറായപ്പോഴും നല്ല ചാർജ് ഡൗൺ ആയി. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിർത്തി ഒരുപാട് തപ്പി ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും പറ്റുന്നില്ല. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പോർട്ട് കിട്ടുന്നില്ലായിരുന്നു. വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്ക് പോയി അവിടെ വീണ്ടും ചാർജ് ചെയ്യേണ്ടി വന്നു. അവിടെ നമുക്കറിയാം ചാർജർ ഉണ്ട് എന്നുള്ളത് നമുക്കറിയായിരുന്നു. അവിടെ ചാർജ് ചെയ്യാൻ ഇട്ടു. നമ്മൾ പർച്ചേസ് കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്രകൾ കണ്ടിന്യൂ ചെയ്തു. എന്താവും എവിടെ എത്തും എന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് വരാം. കാരണം ഒരുപാട് ഇനിയും ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.